അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, വേരിയബിൾസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡാറ്റ ടൈപ്പുകൾ എന്നായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രിങ്, ഇൻറ്റിജർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ്. അപ്പോൾ ആ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം, പൈത്തണിൽ എങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, ആ വേരിയബിൾസിലേക്ക് എങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാം, അതിനെങ്ങനെ ഷോ ചെയ്യിപ്പിക്കാം എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഒരു സ്ട്രിങ് ആണ്, നോർമലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു ഇൻറ്റിജറാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, എന്താണ് അപ്പോൾ ഈ സ്ട്രിങ്, എന്താണ് ഈ ഒരു ഇൻറ്റിജർ, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു സ്ട്രിങ് ആണ്, എന്താ അതൊരു ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞു വെച്ചു. ഇതിനെല്ലാം നമ്മൾ ഡാറ്റ ടൈപ്പ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പോൾ എന്ത് ഈ ഡാറ്റ ടൈപ്പ് എന്ന്. ഡാറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ എങ്ങനത്തെ ഡാറ്റ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എങ്ങനത്തെ ഡാറ്റ ഹോൾഡ് ചെയ്യണം എന്ന് കമ്പ്യൂട്ടറിനോട് പറയുന്ന ഒരു കാര്യമാണ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ഫ്രൂട്ട്സിനെ സ്റ്റോർ ചെയ്യുന്നത് ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിലൊക്കെ ആയിരിക്കും ഞാൻ ഫ്രൂട്ട്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാൻ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് ബോട്ടിലായിരിക്കും. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ നമുക്കത് ഒരു കാര്യം എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഡാറ്റ ടൈപ്പ് കമ്പ്യൂട്ടറിനോട് ഒരു വേരിയബിൾ എങ്ങനത്തെ ഡാറ്റയാണ് ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു കാര്യമാണ് നമ്മുടെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഈ ഫസ്റ്റ് നെയിമിൽ ഈ ജോൺ എന്നാണ്, അത് കോഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ പൈത്തൺ പറയുവാണ്, കമ്പ്യൂട്ടറിനടുത്ത് പറഞ്ഞു കൊടുക്കുവാണ്, ഫസ്റ്റ് നെയിം എന്നൊരു വേരിയബിളിൽ ഒരു ജോൺ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അവിടെ അതിൻ്റെ മീനിങ് വരിക. ദെൻ അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് 22 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അവിടെ അതിൻ്റെ മീനിങ് വരിക. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് 22 എന്നുള്ളത് ഒരു കോഡ്സിൽ കൊടുത്തു. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്പറാണ്, പക്ഷെ ഞാൻ കൊടുത്തേക്കുന്നത് കോഡ്സിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഇപ്പോൾ എന്താ മീനിങ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് എന്ന വേരിയബിളിലേക്ക് 22 എന്ന സ്ട്രിങ് വാല്യൂ ആഡ് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ 22 എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇൻറ്റിജർ ആണെന്നല്ലേ പറഞ്ഞത്, പക്ഷേ 22 നമ്മളിപ്പോൾ ഞാൻ പറയുന്നു അതൊരു സ്ട്രിങ് ആയിട്ട് ആഡ് ആവുന്നതെന്ന്. കാരണം നമ്മളിവിടെ കോഡ്സിലാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, നമ്മളിവിടെ കോഡ്സിലാണ് കൊടുത്തേക്കുന്നത്. കോഡ്സിൻ്റെ ഉള്ളിലെ ഈവൻ നമ്പേഴ്സ് കൊടുത്താൽ വരെ അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, പൈത്തൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഇവിടെ കയറുന്ന 22 ഒരു സ്ട്രിങ് വാല്യൂ ആയിരിക്കും. നമുക്ക് ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാൻ നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ ടൈപ്പിൽ നമ്മുടെ വേരിയബിളിൻ്റെ നെയിം കൊടുത്താൽ മതി. ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞ് കണ്ടോ, ക്ലാസ് str അതായത് സ്ട്രിങ്. ഞാനിവിടെ ഈ കോഡ്സ് ഒന്ന് റിമൂവ് ചെയ്തു, എന്നിട്ട് ഏജ് എന്ന് കൊടുത്തപ്പോൾ കണ്ടോ ക്ലാസ് ഇൻറ്റ്, അതായത് ഏജിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. ഇനിയിപ്പോൾ ഞാൻ കോഡ്സിലാണ് കൊടുക്കുന്നതെങ്കിലോ, കോഡ്സിലാണ് ഞാൻ ആ 22 കൊടുത്തിരുന്നുണ്ടെങ്കിൽ കണ്ടോ ക്ലാസ് അവിടെ സ്ട്രിങ് ആയിട്ട് മാറി. നമ്മൾ കൊടുക്കുന്നത് ഇൻറ്റിജർ ആയിക്കോട്ടെ, പക്ഷെ അത് കോഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഡാറ്റ ടൈപ്സ് നമ്മളിവിടെ നോക്കി, സ്ട്രിങ്ങും കണ്ടു, ഇൻറ്റിജറും കണ്ടു. ഞാൻ പറഞ്ഞു ഇൻറ്റിജറായിട്ട് നമ്മൾ ഇപ്പം ഞാനിവിടെ 22, അതായത് നമ്മുടെ ഏജൊക്കെ നോർമലി 22 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30, 35 അങ്ങനത്തെ ഒരു നമ്പറായിരിക്കും എപ്പോഴും ഏജസ് വരിക.
ഒരിക്കലും ഏജ് എപ്പോഴെങ്കിലും 22.5 22.76 അങ്ങനത്തെ ഒരു ഡെസിമൽ വാല്യൂസ് ഒന്നും ഒരിക്കലും എന്ത് വരത്തില്ല, ഏജസിൽ വരത്തില്ല. അതെവിടെ വരാറ് സാധാരണ? നമ്മുടെ വെയ്റ്റ്, ഹൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഈ ഡെസിമൽ വാല്യൂസൊക്കെ വരിക. അപ്പോൾ ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് വേറൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പം ഞാനിവിടെ 22 എന്ന് കൊടുത്തിട്ട് ഞാൻ ഏജ് 22 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തപ്പോൾ അതിൻ്റെ വാല്യൂ ഇൻ്റാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് 22.56 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡെസിമൽ വാല്യൂ ആക്കി, അതായത് പോയിൻ്റ് ഉള്ളൊരു വാല്യൂ ആക്കി. ജസ്റ്റ് അതൊന്ന് റൺ ചെയ്തപ്പോഴേക്കും ആ ഒരു ഡാറ്റ ടൈപ്പ് മാറി. അവിടെ നിന്ന് കണ്ടോ, ആ ഒരു ഡാറ്റ ടൈപ്പ് തന്നെ അവിടെ നിന്ന് നമുക്ക് ചേഞ്ചായി. നമുക്ക് ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഫ്ലോട്ട് എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഫ്ലോട്ട്, ഈ പോയിൻ്റ് വാല്യൂസ് എല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഏജ് നോർമലി പോലെ വരുന്നപ്പോൾ നമുക്ക് വെയ്റ്റൊക്കെ എടുക്കാം. വെയ്റ്റൊക്കെ നമുക്ക് ഇപ്പോൾ ഡെസിമൽ വാല്യൂസൊക്കെ ആയിരിക്കും നമുക്ക് വെയ്റ്റ് വരിക. 57.45 അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വെയ്റ്റൊക്കെ വരിക. അല്ലെങ്കിൽ ഇപ്പോൾ ഹൈറ്റ് ആയിക്കോട്ടെ 167.5 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ ഒരു ഡെസിമലൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കുക. സോ അങ്ങനത്തെ വാല്യൂസിനെ, ഡെസിമൽ വാല്യൂസിനെ നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ആ പറയുവാണ്, ആ വേരിയബിളിന് ഫ്ലോട്ടാണ് ഡാറ്റ ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്, സിസ്റ്റത്തിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. ദെൻ അപ്പോൾ നമ്മൾ 3 ഡാറ്റ ടൈപ്പ് നമ്മൾ നോക്കി. ദെൻ 4th വണ്ണാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ഇത് ഒരു പ്രത്യേക ഡാറ്റ ടൈപ്പാണ്. ഇവിടെ നമുക്ക് ഈ വാല്യൂസ് ഒന്നും ഇങ്ങനെ നമ്പേഴ്സോ ഇൻറ്റിജേഴ്സോ ഒന്നും കൊടുക്കണ്ട. ഇവിടെ ആകെ നമുക്ക് 2 വാല്യൂ ഉള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഒന്നെങ്കിൽ ട്രൂ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോൾസ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ആ ഹോംവർക്ക് ചെയ്തോ? അപ്പോൾ അതിൻ്റെ 2 ആൻസറേ ഉള്ളൂ, ചെയ്തു, ചെയ്തിട്ടില്ല. അപ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഒന്നെങ്കിൽ ചെയ്തു, അതായത് ട്രൂ, അല്ലെങ്കിൽ ഇല്ല, ഫോൾസ്. ആ ഒരു കൺസെപ്റ്റ് വരുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈസ് ഹോംവർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തു. അതായത് ഹോംവർക്ക് ചെയ്തോ? ചെയ്തെങ്കിൽ ട്രൂ, ഇനി ചെയ്തില്ല എന്നാണെങ്കിലോ ഫോൾസ്. അപ്പോൾ ഈ ഒരു കാര്യമേ എവിടെ വരുന്നുള്ളൂ? ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ വരുന്നുള്ളൂ. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ വരുന്നുണ്ടായിരിക്കാം. കണ്ടോ, ക്ലാസ് ബൂൾ എന്ന് പറഞ്ഞിട്ട് വന്നു. അതിൻ്റെ അർത്ഥം ബൂളിയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ബൂൾ എന്നായിരിക്കും നമുക്ക് കാണിക്കുന്നുണ്ടാവുക, പക്ഷേ ഫുൾ ഫോം ബൂളിയൻ എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി ഉള്ള ഡാറ്റ ടൈപ്പാണ് ലിസ്റ്റ്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഗ്രോസറിക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? ഒരുപാട് ഐറ്റംസുകളുണ്ടാവും. ആ ലിസ്റ്റിലിപ്പോൾ ചിലപ്പോൾ എഴുതിയ ഐറ്റം തന്നെ നമ്മൾ ചിലപ്പോൾ അറിയാതെ പിന്നെയും എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് എന്തുണ്ടായിരിക്കും? ലിസ്റ്റിലുണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഞാൻ ലിസ്റ്റ് എഴുതി, ചിലപ്പോൾ പിന്നെ ആയിരിക്കും എനിക്ക് ഓർമ്മ വരിക, അയ്യോ ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അതിന് വേണ്ട, ഞാൻ എന്ത് ചെയ്തു? അതിനെ വെട്ടി, ആ ഒരു ഐറ്റത്തിനെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ലിസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിന്നെ ആലോചിക്കുന്നത്, അയ്യോ ഈ ഒരു കാര്യം കൂടി അതിലേക്ക് വേണമല്ലോ, അപ്പോൾ ഞാനൊരു കാര്യം കൂടി അതിലേക്ക് ആഡാക്കി. അപ്പോൾ ഞാൻ ആ ലിസ്റ്റിനെ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. ആ ലിസ്റ്റിൽ നിന്ന് ഒരു വാല്യൂവിനെ റിമൂവ് ചെയ്തു, ആ ലിസ്റ്റിൽ നിന്ന് ഒരു വാല്യൂവിനെ ആഡാക്കി. അതെല്ലാം ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 kg ഷുഗർ മേടിക്കാനായിരിക്കും ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക, ലിസ്റ്റിൽ എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ 1/2 വേണ്ട, ഞാനൊരു 1 kg തന്നെ മേടിക്കാം. അപ്പം ഞാൻ ആ 1/2 വെട്ടി 1 kg എന്നാക്കി. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്തത്. ഞാൻ ആ ഒരു കാര്യത്തിന് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വാല്യൂസ് ആഡ് ആക്കാം, വാല്യൂസിനെ റിമൂവ് ആക്കാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് നമുക്ക് അലൗ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ലിസ്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ദെൻ ലിസ്റ്റിനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. കണ്ടോ, സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ
ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. ദെൻ സ്ട്രിങ് ഉണ്ടെങ്കിൽ സ്ട്രിങ്ങും കൂടെ കൊടുക്കാം. നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഞാനിവിടെ 2 1 കൊടുത്തു, അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ട് എനിക്ക്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടൈപ്പ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ക്ലാസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. ദെൻ ഞാനിതിനെ ഷോ ചെയ്യിപ്പിച്ച എനിക്ക് എല്ലാ വാല്യൂസും അതേപോലെ തന്നെ കാണിക്കുന്നുണ്ടായിരിക്കും. കണ്ടോ, 1 2 1 4 5 ആപ്പിൾ. ആ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂവിനെ അവോയ്ഡ് ചെയ്തില്ല, അതും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലിസ്റ്റ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ടപ്പിൾ, TUPLE, ടപ്പിൾ. ഇത് നമ്മൾ റൗണ്ടഡ് ബ്രാക്കറ്റിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു പാരാന്തസിസിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. ദെൻ ഇവിടെ ലിസ്റ്റ് പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് ഡിസൈഡഡ് ആയത് പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണം, ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ പോയിൻ്റ്. നമുക്കതിനെ ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് ഇവിടെയും അലൗഡ് ആണ്. ഇവിടെയും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1 2 1 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തു. ദെൻ ഇതിൻ്റെ ടൈപ്പ് ഒന്ന് കാണിച്ചു തരാം. ടൈപ്പ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ കണ്ടോ, ക്ലാസ് ടപ്പിൾ എന്ന് പറഞ്ഞിട്ട് വന്നു. ദെൻ അതിനെ ഷോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വാല്യൂസ് കാണാൻ പറ്റും. കണ്ടോ, പാരാന്തസിസിലായിരിക്കും ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സെറ്റ്. സെറ്റ് നമ്മൾ കേളി ബ്രേസസിലായിരിക്കും, ഈ ഒരു ബ്രാക്കറ്റിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. ആൻഡ് സെറ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ അലോ ചെയ്യില്ല. അപ്പം ഞാനിവിടെ 1 2 1 5 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ ടൈപ്പ് കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് വന്നു. ദെൻ ജസ്റ്റ് അതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പോവാം. നമ്മുടെ സെറ്റിൻ്റെ വാല്യൂ 1 2 1 5 ആണ്. പക്ഷെ നമുക്കിവിടെ ഷോ ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? 1 2 5 ഉള്ളൂ. ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ അവിടെ അവോയ്ഡ് ചെയ്തു. അതായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ 3 കളക്ഷൻസ് നോക്കി: ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്. ദെൻ 4th വണ്ണാണ് ഡിക്ഷണറിയും കേളി ബ്രേസസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അപ്പോൾ സെറ്റും ഡിക്ഷണറിയും നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ വ്യത്യാസം മനസ്സിലാവുകയെന്ന്. സിമ്പിളാണ്. സെറ്റിൽ നമ്മൾ നോർമലി ഇങ്ങനെ വാല്യൂസ് കൊടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഡിക്ഷണറിയിൽ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് കീക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് കീസ് ഉണ്ടാവാൻ പാടില്ല. ഒരു നെയിമിൽ 2 കീസ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ സെയിം വാല്യൂസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ കീസ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് പാടില്ല. അപ്പം ഞാനിവിടെ നെയിം എന്ന് പറഞ്ഞിട്ടൊരു കീ കൊടുത്തു. ദെൻ ആ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പേരും കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഈ നെയിം എന്നുള്ളതാണ് എൻ്റെ ഡിക്ഷണറിയുടെ കീ. ദെൻ ജോൺ എന്നുള്ളതാണ് എൻ്റെ ആ ഒരു ഡിക്ഷണറിയുടെ വാല്യൂ. ഇനിയിപ്പോൾ ഞാനിവിടെ ടൈപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഡിക്റ്റ് എന്നായിരിക്കും എനിക്ക് കാണിക്കുന്നുണ്ടായിരിക്കാം. കണ്ടോ, ഡിക്റ്റ്. അതിൻ്റെ അർത്ഥം ഡിക്ഷണറി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ദെൻ നമ്മൾ ജസ്റ്റ് ഇവിടെ ഷോ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാനും പറ്റും. കണ്ടോ, നെയിം നമുക്ക് ജോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇതിനെ നെയിമാണ് നമ്മുടെ കീ, ജോണാണ് നമ്മുടെ വാല്യൂ. അപ്പോൾ ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും നമ്മൾ ഡിക്ഷണറി സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് പൈത്തണിൽ വരുന്നുണ്ടായിരിക്കുക. നമ്മൾ സ്ട്രിങ് പഠിച്ചു, ഇൻറ്റിജർ പഠിച്ചു, ഫ്ലോട്ട് പഠിച്ചു, ബൂളിയൻ പഠിച്ചു, ലിസ്റ്റ്,
ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡാറ്റ ടൈപ്സ് പഠിച്ചു. അപ്പോൾ ആലോചിക്കുക, ഡാറ്റ ടൈപ്പ് എന്തിനാണെന്നുള്ളത് ആലോചിക്കാം. ഡാറ്റ ടൈപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിന് എങ്ങനത്തെ ഡാറ്റയാണ് അത് ഹോൾഡ് ചെയ്യുന്നത് എന്ന് കമ്പ്യൂട്ടറിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഡാറ്റ ടൈപ്സ്. അത് ഡാറ്റ ടൈപ്സ് ചിലപ്പോൾ സ്ട്രിങ് ആവാം, ഇൻറ്റിജർ ആവാം, ഫ്ലോട്ട് ആവാം, ബൂളിയൻ ആവാം, ലിസ്റ്റ് ആവാം, ടപ്പിൾ ആവാം, സെറ്റ് ആവാം, ഡിക്ഷണറി ആവാം. ഇതിലേത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഒരു വേരിയബിളിന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ?